തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MLA കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. ഗ്രാൻഡ് ഫൈനലിൽ ആരക്കുഴയെ ഏക ഗോളിന് തോൽപ്പിച്ച് വാളകം കിരീടം സ്വന്തമാക്കി. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച MLA കപ്പ് 2026 ഫുട്ബോൾ ടൂർണമെന്റ് ഗ്രാൻഡ് ഫൈനൽ വാളകം ചാമ്പ്യന്മാരായി. കാലാമ്പൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആവേശകരമായ മത്സരത്തിൽ ആരക്കുഴയെ എക്സ്ട്രാ ടൈമിൽ നേടിയ ഏക ഗോളിന്റെ കരുത്തിൽ തോൽപ്പിച്ചാണ് വാളകം കിരീടം സ്വന്തമാക്കിയത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും അവസാനിക്കുമ്പോൾ വാളകവും ആരക്കുഴയും സമനിലയിൽ തുടരുകയായിരുന്നു. തുടർന്ന് അനുവദിച്ച എക്സ്ട്രാ ടൈമിലാണ് വാളകം നിർണായകമായ ഗോൾ നേടിയത്. ചാമ്പ്യന്മാരായ വാളകത്തിന് MLA കപ്പ് ട്രോഫിയും 30,000 രൂപയും പാരിതോഷികവും സമ്മാനമായി നൽകി. റണ്ണറപ്പായ ആരക്കുഴയ്ക്ക് ട്രോഫിയും 15,000 രൂപയും ലഭിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടന വേളയിൽ മൂവാറ്റുപുഴയിലെ ഒളിമ്പ്യൻ ചന്ദ്രശേഖർ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷമുള്ള സൗകര്യങ്ങൾ അവതരിപ്പിക്കുന്ന AI എലിവേഷൻ വീഡിയോ പ്രദർശിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ മൂവാറ്റുപുഴയുടെ പേര് എഴുതപ്പെടുമെന്നും MLA പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ പരിമിതമായ സാഹചര്യങ്ങളാണ് ഇവിടെ കളിക്കുന്നതൊക്കെ. ഞാനിവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ മിക്ക കളികളും കാണാൻ വന്നിരുന്നു. എത്ര മികച്ച ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ നമ്മുടെ പഞ്ചായത്തുകളിലെ പ്ലേയേഴ്സ് തന്നെ എത്ര ടാലന്റഡ് ആയിട്ടുള്ളവരാണ്. അവർക്കൊരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഗ്രൗണ്ടുകളോ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കഴിഞ്ഞ 8 ദിവസക്കാലം ഈ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ട പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് ഫെസിലിറ്റി ഉണ്ടാവണമെന്നാണ്. നാളുകളിൽ മൂവാറ്റുപുഴയിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മികച്ച ഒരു സ്പോർട്സ് ഫെസിലിറ്റി എല്ലാ അർത്ഥത്തിലും, ഫുട്ബോളിന് മാത്രമല്ല, ക്രിക്കറ്റ് ടർഫ്, അല്ലാതെ സ്വിമ്മിങ്, അതുപോലെ ഇൻഡോർ ബാസ്കറ്റ്, വോളിബോൾ, ഷട്ടിൽ ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, എല്ലാത്തിനും വേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നമുക്ക് നല്ലൊരു കായിക സംസ്കാരം ഉണ്ടാകും. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന കായിക താരങ്ങളെ, ഫുട്ബോൾ താരങ്ങളെ നമുക്ക് വാർത്തെടുക്കും. അതിന് ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഈ ഫെസിലിറ്റി എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ആ നിലയിലേക്ക് നമ്മുടെ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. ടൂർണമെന്റിലെ വ്യക്തിഗത പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച ഗോളിയായി ആരക്കുഴയുടെ ആദർശും, മികച്ച ഡിഫൻഡറായി ആയവന പഞ്ചായത്ത് ടീമിലെ ബാദുഷ ഇസ്മയിലും, 6 ഗോളുകൾ നേടിയ ആവോലി പഞ്ചായത്തിലെ അരുൺ ഷാ ടോപ്പ് സ്കോററുമായി. വാളകൻ ടീമിലെ ബേസിൽ ഷിജു ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തരാഖണ്ഡിൽ നടന്ന ബ്ലൈൻഡ് ഫുട്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ആയവന പഞ്ചായത്തിലെ മുഹമ്മദിനെ മാത്യു കുഴൽനാടൻ MLA ട്രോഫിയും മെഡലും നൽകി ആദരിച്ചു. ലഹരിക്കെതിരെ കളിക്കളം ഒരുങ്ങുന്നു എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് MLA കപ്പ് 2026 സംഘടിപ്പിച്ചത്. ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ജിമോൾ പോൾ, ആലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതൂർ, വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യു സ്വർക്കി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുഭാഷ് കടക്കോട്, ഫൈസൽ വടക്കൻ, മനോജ് എന്നിവരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.